യേശു ക്രിസ്തുവിൽ ബഹുമാനരായ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും യോശുവയുടെ പുസ്തകത്തിലേക്കുള്ള പഠനത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യോശുവയുടെ പുസ്തകത്തിൻ്റെ പഠന പരമ്പര നാം സമാരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവദാസനായ യോശുവയെ സംബന്ധിച്ചുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്റ്റഡിയാണ് ഈ ബന്ധത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. യോശുവയുടെ പുസ്തകത്തിലെ വിഷയ വിഭജന വെളിച്ചത്തിലാണ് ഈ പഠനം നാം മുമ്പോട്ട് കൊണ്ടുപോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇസ്രായേൽ ജനം കൈവശമാക്കുവാൻ പോയിരുന്ന ആ പുതിയ ദേശം, ആ ദേശത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ ആരൊക്കെ ഇത് അറ്റൻഡ് ചെയ്യുമോ അവർക്കൊക്കെ വരും ദിവസങ്ങൾ തങ്ങളുടെ പഠനത്തിൽ ഇത് ഏറെ പ്രയോജനഭവിക്കും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. 2 വസ്തുതകളാണ് ഈ പുതിയ ദേശത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ നമുക്ക് ഇന്ന് രാത്രി പഠിക്കുവാനുള്ളത്. ഒന്ന്, ദി പ്രോമിസ് ഓഫ് ദ ലാൻഡ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം. 2, ഇമ്പോർട്ടൻസ് ഓഫ് ദി ലാൻഡ്, ദേശത്തിന്റെ പ്രാധാന്യത. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുവാനായിട്ട് നിർവാഹമുള്ളൂ. അതിൽ നമ്മൾ ഈ ദേശത്തെ സംബന്ധിച്ചുള്ള വാഗ്ദത്തം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ, യോശുവയുടെ പുസ്തകത്തിലെ 87 പ്രാവശ്യം ഇസ്രായേൽ ദേശം, ആ ദേശത്തെ ഉദ്ദേശിച്ച ദേശം, ലാൻഡ്, ദേശം എന്ന വാക്ക് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിട്ടുണ്ട്. 87 പ്രാവശ്യം. മാത്രമല്ല, ഈ പുസ്തകത്തിൽ അതിപ്രധാനമായ 3 വിഷയങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഇസ്രായേല് ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. 2, ദേശം അവരെ കൈവശമാക്കുന്നത്. 3, ദൈവത്തിന്റെ വാഗ്ദത്തം അവരെ അവകാശമാക്കുന്നത്. ദേശത്തേക്കുള്ള പ്രവേശനം, ദേശം യുദ്ധം ചെയ്ത് അത് വെട്ടിപ്പിടിക്കുക. 3, വാഗ്ദത്തം അവകാശമാക്കുക. എന്നിങ്ങനെ 3 പ്രത്യേക വിഷയങ്ങളാണ് ഈ യോശുവയുടെ പുസ്തകത്തിലെ പ്രമേയമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ദേശം, കനാൻ ദേശം എന്ന് പറയുന്ന ഈ ദേശം, ദൈവം ആ ജനതയ്ക്ക് തലമുറയായി നിത്യാവകാശമായി നൽകുമെന്ന് അവരുടെ പിതാവായിരുന്ന അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നതായി നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആ വാഗ്ദത്തം പിന്നീട് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഗോത്രപിതാക്കന്മാരോടും ദൈവം ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ റെഫറൻസിനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഉദ്ധരിക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ഇസ്ഹാക്കിനോട് ഉൽപ്പത്തി 26-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും, യാക്കോബിനോട് 28-ന്റെ 4-ാം വാക്യത്തിലും 13, 15 വാക്യങ്ങളിലും, അതുപോലെ യാക്കോബിന്റെ പിൻതലമുറക്കാരായിരുന്ന ഇസ്രായേൽ മക്കളോട് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 50-ന്റെ 24-ലും ദൈവം ആവർത്തിച്ച് ഈ ദേശം അവർ കൈവശമാക്കുന്നതിനെ സംബന്ധിച്ച് അവരോട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ പഴയ തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിരവധി റെഫറൻസുകളിൽ ഈ വാഗ്ദത്ത ദേശം ദൈവം ഇസ്രായേലിന് വേണ്ടി വേർതിരിച്ച് അവർക്ക് നൽകും എന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ റീഅഫർമേഷൻ നമുക്ക് ആവർത്തിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മോശയുടെ യാത്രയയപ്പ് പ്രസംഗത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ഒടുവിലായി പ്രസംഗിച്ച പ്രസംഗം ആവർത്തന പുസ്തകം 33-ാം അധ്യായം. അവിടെയാണല്ലോ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും പിസ്ഗയിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് മോശ സംസാരിക്കുന്ന വലിയ നീണ്ട ഒരു പ്രസംഗം. ആ പ്രസംഗത്തില് അദ്ദേഹം ഈ വാഗ്ദത്ത ദേശമായ ഇസ്രായേൽ ദേശത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നു, ജനത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഇസ്രായേലിന്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ് ഈ ദേശം അവകാശമാക്കുക എന്നുള്ളത്. അപ്പോൾ അവരുടെ ജീവിതയാത്രയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ദേശം അവകാശമാക്കുക എന്നുള്ളതായിരുന്നു.
ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 200 പ്രാവശ്യം ദേശം എന്ന വാക്ക്, ഇസ്രായേൽ ദേശത്തെ ഉദ്ദേശിച്ച് ദേശം എന്ന വാക്ക് ആവർത്തന പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവകാശമാക്കുക എന്ന പദം 50 പ്രാവശ്യം ആവർത്തന പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ദേശത്തെ സൂചിപ്പിക്കുവാൻ 200 പ്രാവശ്യവും ദേശം അവകാശമാക്കുക എന്നുള്ള പദം 50 പ്രാവശ്യവും ദൈവം ആവർത്തിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ മക്കളെ ഈ ദേശം അവകാശമാക്കിയത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഉടമ്പടിയിൽ പറഞ്ഞു, നിന്റെ കടിപ്രദേശത്തിൽ ഉപയോഗിക്കുന്ന നിന്റെ വിശുദ്ധ ജനം ഈ വാഗ്ദത്ത ദേശം അവകാശമാക്കും എന്ന് ദൈവം അവരോട് പറഞ്ഞു. എന്നാൽ അവർ അത് അനുഭവിക്കുന്നത് ദൈവത്തോടുള്ള അവരുടെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവകാശമാക്കുന്നതും അനുഭവിക്കുന്നതും 2 കാര്യങ്ങളാണ്. ഒരാൾക്ക് 10 ഏക്കർ ഭൂമി ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം ആ ഭൂമിയുടെ ഉടമസ്ഥനാണ്. എന്നാൽ അദ്ദേഹം ആ 10 ഏക്കർ ഭൂമി പ്രയോജനമായ നിലയിൽ അത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഭൂമിയുടെ പ്രമാണം സംബന്ധിച്ച് അദ്ദേഹം അതിൽ അധ്വാനിക്കുകയും അതിനെ വാട്ടർ ചെയ്യുകയും അതിനെ സംരക്ഷിക്കുകയും അതിനെ സൂക്ഷിക്കുകയും അതിൽ കൃഷി ഇറക്കുകയും അതിന്റെ ഫലം അനുഭവിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ദേശം അവകാശമാക്കിയത് അബ്രഹാമിനോട് ദൈവം ചെയ്ത മാറ്റമില്ലാത്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ജനം അത് അനുഭവിക്കേണ്ടിയിരുന്നത് ദൈവത്തോടുള്ള അവരുടെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ലേവ്യ പുസ്തകം 26, ആവർത്തന പുസ്തകം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം അനുസരിക്കുമെങ്കിൽ അവർക്ക് അനുഗ്രഹവും, അനുസരണക്കേട് കാണിക്കുമെങ്കിൽ അനുസരണക്കേട് കാണിച്ച് അവർ ദൈവത്തിൽ നിന്ന് വിഗ്രഹങ്ങളിലേക്ക് തിരിയുമെങ്കിൽ ദൈവം അവരെ ദേശത്ത് വെച്ച് തന്നെ ശിക്ഷിക്കുമെന്നും ആ ശിക്ഷയിലും അവർ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവം അവരെ പ്രവാസദേശത്തേക്ക് അയക്കുമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ദേശം അവരുടേതാണ്. അത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അടിസ്ഥാനത്തിൽ ദൈവം അവർക്ക് നൽകി. എന്നാൽ അത് അനുഭവിക്കുക എന്നുള്ളത് അവർ ദൈവത്തെ എങ്ങനെ സേവിക്കും, ദൈവത്തോട് എങ്ങനെ അനുസരണം കാണിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു വലിയ ജന്മിയുടെ മകനുണ്ടായിരുന്നു. ഇവിടെ അല്ല, കോട്ടയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. 8-10 ഏക്കർ വസ്തു, അതിനകത്ത് ധാരാളം വസ്തുവകളുമുണ്ട്. അതിനകത്തുള്ള അടയ്ക്കാ മരത്തിൽ നിന്ന് കിട്ടുന്ന 10 മരത്തിൽ നിന്ന് പറിച്ചു കിടക്കുന്ന അടയ്ക്ക പറിച്ചു കൊടുത്താൽ അയാൾക്ക് സുഭിക്ഷമായി ജീവിക്കാം. ഇദ്ദേഹം ഒരു അവിവാഹിതനാണ്, ജന്മിയുടെ മകനാണ്, അവിവാഹിതനാണ്. പക്ഷേ ഒരു ദരിദ്രനായിട്ട് അദ്ദേഹം ജീവിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഷർട്ട് ഇടുകയില്ല, ഒരു മുഷിഞ്ഞ മുണ്ട് കൊടുത്ത് ഇങ്ങനെ നടക്കും, അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ജന്മിയുടെ മകനാണ്, 10 ഏക്കർ വസ്തു സ്വന്തമായി ഉള്ളവനാണ്, പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് ഇസ്രായേൽ പാപം ചെയ്താൽ ദേശം അബ്രഹാമ്യ ഉടമ്പടി മുഖാന്തരമായി ദൈവം അവർക്ക് നൽകിയതാണെങ്കിലും അവർക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തെ അവർ അനുസരിക്കണമായിരുന്നു. എപ്പോഴൊക്കെ അവർ ദൈവത്തെ അനുസരിക്കുമോ അപ്പോഴെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടുകയും എപ്പോഴൊക്കെ അവർ ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളിലേക്ക് തിരിയുമോ അപ്പോഴൊക്കെ ദേശത്ത് വെച്ച് തന്നെ ദൈവം അവരെ ചാസ്റ്റൻ ചെയ്യുന്നു, പണിഷ് ചെയ്യുന്നു, ശിക്ഷിക്കുന്നു, ബാലശിക്ഷ കഴിക്കുന്നു. ബാലശിക്ഷയിൽ അവർ നന്നാകുന്നില്ല എങ്കിൽ ദൈവം അവരെ ബാബിലോൺ ശിക്ഷയിലേക്ക് അയക്കുന്നു. ഇതാണ് ഈ പുസ്തകത്തിലെ പ്രമേയം. വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 70 വർഷക്കാലമാണ് ഈ ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടാതിരുന്ന ഇസ്രായേൽ ജാതി ബാബിലോൺ ശിക്ഷയ്ക്കായി അയക്കപ്പെട്ടതായി ഇവിടെ വായിക്കുന്നത്. ദൈവം ഈ ദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനോഹര ദേശം എന്നാണ്. ഈ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഇസ്രായേൽ ദേശം അതിനെ മനോഹര ദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്രൈം ദേശത്തെയും അവിടുത്തെ ഫറവോന്റെ ഏകാധിപത്യത്തെയും അതിന് വിപരീതമായി ഇവിടെ പറയപ്പെടുന്ന പ്രയോഗമാണ് ഈ മനോഹര ദേശം എന്ന് പറയുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്രാമത്തിന്റെ അല്ലെങ്കിൽ സ്വസ്ഥതയുടെയും അവരുടെ അവകാശത്തിന്റെയും അവരുടെ അധിവാസത്തിന്റെയും ദേശമായിരുന്നു. ദൈവം അവർക്ക് നൽകിയ വിശ്രാമത്തിന്റെ സ്ഥലം, കനാൻ ദേശം പറയുന്നത് ഇസ്രായേൽ ദൈവം നൽകിയ വിശ്രാമത്തിന്റെ സ്വസ്ഥതയുടെ ദേശമാണ്. അതുകൊണ്ടാണ് അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ആ ജനത്തോട് എന്റെ കോപത്തിൽ സത്യം ചെയ്തു. അവരെല്ലാവരും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയെന്ന് പറയുമ്പോൾ അവർ വാഗ്ദത്ത ദേശമായ കനാൻ ദേശം അവകാശമാക്കിയിരുന്നായി പറയുന്നതിന്റെ അർത്ഥം ദ റെസ്റ്റ്, വിശ്രാമം അല്ലെങ്കിൽ സ്വസ്ഥത; 2 ഇൻഹെറിറ്റൻസ്, അവകാശം; 3 ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്, ദൈവ നിവാസം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സ്ഥലം അങ്ങനെയാണ്. യോശുവയുടെ പുസ്തകം 12-ന്റെ 9-11 വാക്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ
ഈ ഈ മിസ്രൈമിലെ അവരുടെ അടിമത്വവും മരുഭൂമിയിലെ അവരുടെ പങ്കപ്പാടുകളും കഷ്ടപ്പാടുകളും കഴിഞ്ഞ് ജനം ചെന്ന് എത്തിച്ചേരേണ്ട സ്വസ്ഥതയുടെ അനുഭവമാണ് ഈ കനാനിലെ വാസം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചത് ശരിയാണ്. പാപത്തിന്റെ അടിമത്വം, അത് കഴിഞ്ഞാൽ ഈ ലോകമാകുന്ന മരുഭൂയാത്രയിലെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, അത് കഴിഞ്ഞാൽ നിത്യമാകുന്ന സ്വസ്ഥത. ഇങ്ങനെയാണ് ദൈവം അത് വെച്ചിരിക്കുന്നത്. അവിടെ ഇസ്രായേൽ മക്കൾ ഏറ്റവും ഒടുവിലായി ചെന്ന് അനുഭവിക്കേണ്ടിയിരുന്ന ദൈവിക സ്വസ്ഥതയായിരുന്നു അവർക്ക് നൽകപ്പെട്ട ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. അതാണ് ഈ യോശുവ ഇവിടെ വിവരിക്കുന്നത്. പ്രവാചകനായ യെഹെസ്കേൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 6-15 വാക്യങ്ങൾ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ന്റെ 6-15 ഇവിടെ വായിച്ച് ഞാൻ കേൾപ്പിക്കേണ്ടതാണ്. പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 6-15 വാക്യങ്ങൾ ഈ ദേശത്തെ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത് ദ ഗ്ലോറി ഓഫ് ഓൾ ലാൻഡ്സ്, സർവ ദേശങ്ങളുടെയും മനോഹര സ്ഥലം എന്നാണ്. സകല ജാതികളുടെയും മനോഹര സ്ഥലം, സകല ജനതകളുടെയും മനോഹര സ്ഥലം. ഇപ്പൊ ഇസ്രായേൽ ദേശം എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റെല്ലാ ജനതകളെക്കാളും എല്ലാ രാജ്യങ്ങളെക്കാളും എല്ലാ ദേശങ്ങളെക്കാളും മനോഹരമായ ദേശം എന്നാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യെഹെസ്കേൽ ഈ ദേശത്തെ പറയുന്നത്. അതിന്റെ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ട്രാൻസ്ലേഷൻ അത് ഞാൻ പകൽക്കാലം നോക്കി. NIV ബൈബിൾ. NIV ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എങ്കിലും ഈ വാക്യം ഞാൻ നോക്കിയപ്പോൾ, പല വേർഷൻ നോക്കിയപ്പോൾ NIV കുറെ കൂടെ കറക്റ്റായി തോന്നിയത്. അവിടെ എഴുതിയിരിക്കുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓഫ് ഓൾ ലാൻഡ്സ് എന്നാണ്. എല്ലാ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളെക്കാളും എല്ലാ ദേശങ്ങളെക്കാളും ഏറ്റവും അധികം സൗന്ദര്യമുള്ള ഏറ്റവും മനോഹരമായ ദേശം അതാണ് ഈ കനാൻ ദേശം. യെഹെസ്കേൽ അങ്ങനെ പറയുന്നത്. ദ ബ്യൂട്ടി ഓഫ് ഓൾ നേഷൻസ്, എല്ലാ ജനതകളുടെയും എല്ലാ ദേശവാസികളുടെയും സൗന്ദര്യം, എല്ലാ ദേശത്തെക്കാളും സൗന്ദര്യമൊരു സ്ഥലം. ആ സ്ഥലമാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യുന്നിട്ട് സന്തതിക്ക് തരുമെന്ന്. 2, ദാനിയേൽ ഈ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ദ പ്ലസന്റ് ലാൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മനോഹര ദേശം. 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-9. യെഹെസ്കേൽ ഗ്ലോറി ഓഫ് ഓൾ ലാൻഡ്സ്, സകല രാജ്യങ്ങളുടെയും മഹത്വം എന്ന് യെഹെസ്കേൽ പറയുമ്പോൾ, ദാനിയേൽ ഈ ദേശത്തെ മനോഹര ദേശം അല്ലെങ്കിൽ സന്തുഷ്ടദേശം എന്ന് പറയുന്നു. 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും ഇത് വായിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ദേശത്തെ വിശുദ്ധ വേദപുസ്തകം പറയപ്പെടുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം എന്നാണ്. പലസ്തീന്റെ ഭൂപ്രകൃതിയെ സൂക്ഷ്മമായി പഠിച്ച വില്യം ഓൾബ്രൈറ്റ് പോലെയുള്ള ചരിത്ര ഗവേഷകരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിവച്ചിരിക്കുന്നത് ഉഷ്ണകാലത്ത് കലപ്പയിൽ ഈ കാളയെ കലപ്പയിൽ കെട്ടി നിരപ്പായ നിലം ഉഴുത് അതിന്റെ മണ്ണ് മറിച്ചിടും. 2 പർപ്പസാണോ. ഒന്ന്, ഉഷ്ണകാലത്ത് ശക്തമായ വെയിലിൽ ആ മൺകട്ട ഉടഞ്ഞ് വെന്ത് അത് പൊടിയായി മാറും, മണ്ണായി മാറും. ആദ്യ മഴ പെയ്യുമ്പോൾ കൃഷിഭൂമി ഇറക്കും. അതിനുവേണ്ടിയാണ് കലപ്പയാൽ ഈ ഉഴുത് മറിച്ചിടുകയാണ് മണ്ണ്. അങ്ങനെ ഉഴുതു മറിച്ചിടുന്ന ഈ മണ്ണിന്റെ കട്ടിയായ മൺതരികൾ ഇങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിലത്ത് വന്നിട്ട് തേനീച്ചകൾ കൂട് വയ്ക്കും. ഈ മൺകട്ടികളുടെ ഇടയിൽ കലപ്പ കൊണ്ട് കാളയെ ഉഴുതുക വരുമ്പോൾ ഈ മൺകട്ടി എന്ത് ചെയ്യും, അത് വീണ്ടും കലപ്പ കൊണ്ട് മറിയുമ്പോൾ ഇതിൽ ഈ തേനീച്ചകൾ കൂടുവെച്ച ചെറുതേനീച്ചകളാണ്. കൂടുവെച്ച് അതിന്റെ അട ഈ കലപ്പ കൊണ്ട് ഉടയും. അത് എടുത്ത് ഇവർ ഭക്ഷിക്കും. യോനാഥാൻ യുദ്ധത്തിനായി പോകുമ്പോൾ ഒരു മരുഭൂമിയിൽ വയൽപ്രദേശത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു തേൻകട്ട കണ്ട് അവൻ അത് എടുത്ത് ഭക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അക്ഷരികമായി തേന്റെ അട ഇങ്ങനെ അത് കലപ്പയെ കൊണ്ട് അത് പൊട്ടി നിലത്തൂടെ തേൻ ഒഴുകും. അക്ഷരികമായി സംഭവിക്കുന്ന പാല് തേനും ഒഴുകുന്ന ദേശം പറഞ്ഞാൽ സഹസ്രാബ്ദ ഭൂമിയിൽ യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ വിദൂര ഭാവിയിൽ ഒരു ഗ്രാമത്തിൽ ഒരു പശുവിനെ വളർത്തിയാൽ ആ പശുവിന്റെ പാല് കൊണ്ട് ആ ഗ്രാമം മുഴുവൻ ഉപജീവനം കഴിക്കുന്നതാണ് പറഞ്ഞ്. വെള്ളം ചേർക്കുന്നതല്ല. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിൽ പാല് ചേർത്താണ് തന്നുകൊണ്ടിരുന്നത്. ചായ കുടിക്കുമ്പോൾ മനം മറി. അത് കുറെ കഴിയുമ്പോൾ നിർത്തി. പാലിൽ വെള്ളം ചേർക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളൊക്കെ ചെയ്യുന്ന അവരുടെ ആവശ്യബോധം കൊണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ ചിലരൊക്കെ ചെയ്യും. എന്നാൽ വെള്ളത്തിൽ പാല് ചേർത്ത് തന്നാലോ? അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. സമൃദ്ധിയായി പാല് ലഭിക്കുന്ന സ്ഥലം,
അപ്പൊ സമൃദ്ധിയായി തേന്, സമൃദ്ധിയായി പാല്. ഇതാ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ദേശം സമൃദ്ധമാണെന്ന, ഫലസമൃദ്ധമാണ് അതിന്റെ അർത്ഥം. ഫലസമൃദ്ധമായ ദേശം. സകല ജാതികളുടെയും മഹത്വം എന്നും പിന്നെ സന്തുഷ്ട ദേശമെന്നും മനോഹര ദേശമെന്നും പാലും തേനും ഒഴുകുന്ന ദേശമെന്നും എല്ലാം ഈ ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ യോശുവയുടെ പുസ്തകം ആ വർണ്ണനയാണ് നമുക്ക് നൽകുന്നത്. അവിടെ ഈ വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അടുത്തത് ഈ ദേശത്തിന്റെ പ്രാധാന്യത, വാഗ്ദത്ത ദേശമായ ഇസ്രായേൽ ദേശത്തിന്റെ പ്രാധാന്യത എന്താ നോക്കാം. യെഹെസ്കേൽ പ്രവാചകൻ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജെറുസലേം വാസ് ഇൻ ദ സെന്റർ ഓഫ് ദ നേഷൻസ്. ജാതികളുടെ മധ്യത്തിൽ, ജനതകളുടെ മധ്യത്തിലുള്ള സ്ഥലം. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിലുള്ള ഒരു സ്ഥലം. ദൈവം അങ്ങനെ ഇസ്രായേൽ ദേശത്തെ ക്രമീകരണം ചെയ്തത്. ഇത് യെരൂശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യയെ വെച്ചിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യഹോവ പറയുകയാണ്, ഇത് യെരൂശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യയെ വെച്ചിരിക്കുന്നു. ഐ ഹാവ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ സെന്റർ ഓഫ് ദ നേഷൻസ്. 5-5. 38-ാം അധ്യായത്തിന്റെ 12-ാം വാക്കിൽ പറയുന്നത്, ലോകത്തിന്റെ മധ്യത്തിൽ ഈ രാജ്യത്തെ വെച്ചിരുന്നതാണ്. ലോകത്തിന്റെ മധ്യത്തിൽ. ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ദേശം എന്നിട്ട് ഒരു കോമ്പസ് കൊണ്ട് ആ കോമ്പസിന്റെ മുന ഇസ്രായേൽ ദേശത്ത് നാട്ടിയിട്ട് ലോകത്തെ മൊത്തം കൂടെ അത് കറക്കിയാൽ, അതിന്റെ മറ്റേ മുന കറക്കി കഴിഞ്ഞാൽ ആ കോമ്പസ് എന്റെ നടുകൊണ്ട് ഭൂലോകത്തിന്റെ മൊത്തം വൃത്തത്തിന്റെ നടുവിൽ നിൽക്കുന്ന സ്ഥലമാണിതെന്നാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38:12. അപ്പോൾ യെരൂശലേം ജാതികളുടെ മധ്യത്തിൽ ദൈവം ചെയ്യുന്ന പട്ടണം, ഇസ്രായേൽ ലോകത്തിന്റെ മധ്യത്തിൽ ദൈവം ചെയ്യുന്ന ദേശം. അതിന്റെ അർത്ഥം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക ജനതയുടെ ജീവന് ആധാരമായിരിക്കുന്ന സ്ഥലമെന്നാണ് അതിന്റെ അർത്ഥം. ഒറ്റവാക്കി പറഞ്ഞ ലോക ജനതയുടെ ജീവനും നിലനിൽപ്പിനും ആധാരമായിരിക്കുന്ന സ്ഥലം. യോഹന്നാന്റെ സുവിശേഷം 4:22 എന്താ കർത്താവ് പറഞ്ഞ്, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു. ലോകത്തിന് രക്ഷ, ലോകത്തിന്റെ പ്രതീക്ഷ, ലോകത്തിന്റെ രക്ഷ, ലോകത്തിന്റെ പ്രതീക്ഷ, അതിന്റെ സ്ഥിരാകേന്ദ്രമായി ജാതികളുടെ മധ്യേ ദൈവം വെച്ച പട്ടണമാണ് യെരൂശലേം. ലോകത്തിന്റെ നടുവിൽ ദൈവം വെച്ച രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയും പ്രാധാന്യമുള്ളത്. പഴയ നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ല വിഭജിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കൊല്ലം ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ഒരു ദേശത്തെ ലോകത്തിന്റെ മധ്യഭാഗമായി ദൈവം സൂക്ഷിച്ചിട്ട് പറയുകയാണ്, സാൽവേഷൻ ഈസ് കമ്മിങ് ഫ്രം ദ ജ്യൂസ്. രക്ഷ യഹൂദന്മാരുടെ പക്കൽ നിന്ന് വരുന്നു. യോഹന്നാൻ 4:22. അതേക്കുറിച്ച് മഹാനായ മനുഷ്യൻ പറഞ്ഞിരുന്ന വാക്ക് ഞാനിങ്ങനെ പറയാം, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഗോഡ് ചോസ് ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ to be the stage on which the great drama of redemption would be presented. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേലയുടെ മഹത്വകരമായ പ്രദർശന വേദിയായി ദൈവം എന്ത് ചെയ്യുന്നു? ഇസ്രായേലിനെ ഭൂപടത്തിൽ വെച്ചിരിക്കുന്നു. മാനവജാതിയെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പൻ പദ്ധതിയുടെ പ്രദർശന വേദിയായി ദൈവം യെരൂശലേമിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ലോകത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എത്രയോ സത്യമായ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പാപം ചെയ്തു പോയ മനുഷ്യനോട് ദൈവം ആദ്യം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പുരുഷന്റെ സന്തതി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതി. സീഡ് ഓഫ് ദി വുമൻ ഷാൽ ബ്രൂയിസ് ദ ഹെഡ് ഓഫ് ദ സർപ്പന്റ്. സാധാരണയായി പ്രോജനി അതിന് ഉത്തരവാദി പുരുഷനാണ്. സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാ, സ്ത്രീയുടെ സന്തതി പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാ. ഹവ്വ തെറ്റിദ്ധരിച്ചു, കായീനായിരിക്കും ചിന്തിച്ചു, അതാ യഹോവ എനിക്ക് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ കായീൻ എന്ന് പേരിട്ടു എന്നാ വായിക്കുന്നത്. കായീൻ അല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്.
ദൈവം ഒരു രക്ഷിതാവിനെ ലോകത്തിന് വാഗ്ദത്തം ചെയ്ത് ആദ്യമായി ഉൽപ്പത്തി 3:15 അതിൻ്റെ ആദ്യത്തെ പടിയാണ് ദൈവം അബ്രഹാമിനെ ആ വാഗ്ദത്തത്തിന് നിവർത്തിക്കായി മെസോപ്പൊട്ടോമിയയിലെ കൽദയരുടെ ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചത്. മെസോപ്പൊട്ടോമിയയിലെ കൽദയരുടെ ഊരിൽ നിന്ന് ഒരു മനുഷ്യരെ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് അവനോട് പറഞ്ഞ് അവനെ അവന്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരെ വേർപെടുത്തി ദൈവം അവനിൽ കൂടിയാണ് ലോകത്തിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിന് അവതരിപ്പിക്കുവാൻ ക്രമീകരണം ചെയ്തത്. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ പഴയത്തിന്റെ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും വിശകലനം ചെയ്താൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതി, മാനവരാജാതിക്കുള്ള ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ ദൈവം കേന്ദ്രീകരിച്ചിരുന്ന ഇസ്രായേൽ ദേശത്തെയും അതിന്റെ ക്യാപിറ്റൽ പട്ടണമാകുന്ന യെരുശലേമിനെയും കേന്ദ്രമാക്കിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മെസോപ്പൊട്ടോമിയയിലെ കൽദയരുടെ ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവൻ അവിടുന്ന് യാത്രയാവുകയാണ് ഒരു പുതിയ ദേശത്തേക്ക്. കാണിപ്പാനിരിക്കുന്ന ദേശം എന്നാണ് ദൈവം അവനോട് പറഞ്ഞത്. ആ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് ദൈവം വിഭാവന ചെയ്ത കനാൻ ദേശം വെച്ചാണ് വാഗ്ദത്ത സന്തതികളായ ഇസ്ഹാക്കും യാക്കോബും ജനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആദ്യ താളുകളിൽ നാം അത് വായിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 49:10 വയസ്സി എന്ന വൃദ്ധനായ യാക്കോബ് തന്റെ വടിയുടെ അഗ്രം ചാരി ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അവരോട് പറഞ്ഞ അനുഗ്രഹവാചകങ്ങളിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരൻ യഹൂദ ഗോത്രത്തിൽ നിന്ന് വരും. അവകാശമുള്ളവൻ വരുവോളം രാജ്യം തന്നെ യഹൂദയുടെ തുടയുടെ നടുവിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. The scepter shall not be moved out between the thigh of Judah until the Shiloh come. അവകാശമുള്ളവൻ വരുവോളം രാജതണ്ണ് യഹൂദയുടെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞു. യഹൂദ ഗോത്രത്തിലാണ് അവൻ ജനിക്കുന്നതെന്ന് ഉൽപ്പത്തി 49:10 യാക്കോബ് പറഞ്ഞാ പോയി. 2, അവന്റെ കുടുംബം ദാവീദിന്റെ വംശാവലി ആയിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം. എന്റെ ദൈവമായ യഹോവ എന്നെപ്പോലൊരു പ്രവാചകനെ നിന്റെ ജനത്തിനിടയിൽ നിന്ന് നിനക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ അവൻ അബ്രഹാമിന്റെ സന്തതിയായി അവൻ ജനിക്കും. യഹൂദ ഗോത്രത്തിലായിരിക്കും അവൻ ഉണ്ടാവുക. പിന്നെ അവന് പുറപ്പെട്ടു വരുന്നത് ദാവീദിന്റെ വംശാവലിയിൽ കുടുംബത്തിലായിരിക്കും. 2 ശമൂവേൽ 7. ഹി വുഡ് ബി ബോൺ ഓഫ് എ വെർജിൻ ഇൻ ബേത്ലഹേം. മാത്രമല്ല അവൻ ജനിക്കുന്നത് ഒരു കന്യകയുടെ മകനായിട്ടായിരിക്കും. എങ്കിൽ മാത്രമേ ഉൽപ്പത്തി 3:15 പറയപ്പെടുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന ആദ്യത്തെ പ്രവചനം നിവർത്തിക്കപ്പെടാൻ കഴിയുള്ളൂ. അത് ഈ വാക്യം പറയുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ്. കന്യക എന്നതിന് 2 വാക്കുകളാണ് പഴയപത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായ ബൈബിളിൽ അങ്ങനെ ബഥൂല ആൻഡ് അൽമ. ബഥൂല ആൻഡ് അൽമ. ബഥൂല എന്ന വാക്കിന് കന്യക എന്നും വിവാഹപ്രായമായ കന്യക എന്ന അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ജസ്റ്റ് എ പ്യുവർ വെർജിൻ. ബഥൂല ഇസ്ഹാക്കിന് വേണ്ടി ഭാര്യയായ റിബേക്കയെ തേടി ഇറങ്ങിയ എലിയാസർ അവൻ നടന്ന് തന്റെ ഗൃഹത്തോട് അടുക്കുമ്പോൾ സമീപമുള്ള കിണറ്റിങ്കിൽ വെള്ളം കുടിക്കാൻ ഒട്ടകങ്ങളെ അവിടെ നിർത്തിയപ്പോൾ ഒരു ബാലിക പാത്രവുമായി വന്ന് വെള്ളം കോരുന്നു. അവിടെ വായിക്കുന്നത് ബാലിക സുന്ദരിയും പുരുഷൻ സ്പർശിക്കാത്ത കന്യകയും ആയിരുന്നു എന്നാണ്. അപ്പോൾ ബഥൂല എന്ന വാക്കിന്റെ അർത്ഥം എ വുമൻ ഓർ എ മെയ്ഡൻ ഹു ഹാസ് നോട്ട് ബീൻ ടച്ച്ഡ് ബൈ എ മാൻ. പുരുഷനാൽ തൊട്ടിട്ടില്ലാത്ത ഒരു പവിത്രവതിയായിരിക്കുന്ന കന്യക, അതാണ് ബഥൂല. പക്ഷെ ആ വാക്കല്ല യെശയ്യാ 7:14 പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അൽമ എന്ന് പറയുന്ന വാക്കാണ്. അൽമ. എന്തുകൊണ്ട് ഈ ബഥൂല എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നെഴുതുമ്പോൾ പുരുഷൻ സ്പർശിക്കാത്ത ഒരു കന്യക എന്ന് മാത്രം ആണ് ആ വാക്കിന് വരണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് ചെയ്യണം? അത് ബഥൂല എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ
ബഥൂല എന്ന വാക്ക് ഉപയോഗിക്കാതെ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അൽമ എന്നാണ്. എബ്രായ ഭാഷ വായിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ നോക്കി വെച്ച് പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ ഈ അൽമ എന്ന വാക്ക്, ഈ അൽമ എന്ന പദത്തിന് രണ്ടർത്ഥമുള്ളത്. ഒരേ വ്യക്തിയെ സൂചിപ്പിക്കുക. ഒന്നാമത്തെ അർത്ഥം എ ചേസ്റ്റ് വെർജിൻ, പുരുഷൻ സ്പർശിക്കാത്ത കന്യക. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഐ ഹാവ് എക്സ്പോസ്ഡ് യു അൺടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ ചേസ്റ്റ് വെർജിൻ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം ചെയ്തിരിക്കുന്നു. നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ എ വുമൻ ഹു ഈസ് നോട്ട് ബീൻ ടച്ച്ഡ് ബൈ എ മാൻ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ കന്യകമാരും നിർമ്മലരല്ല, ആരും നിർബന്ധമില്ല. പക്ഷെ ഇവിടെ പറയപ്പെടുന്ന കന്യക എങ്ങനെയുള്ളതായിരിക്കണം? മസ്റ്റ് ബി എ ചേസ്റ്റ് വെർജിൻ. അപ്പോൾ തന്നെ ഷീ ഈസ് എ വുമൺ ഓഫ് മാരേജബിൾ ഏജ്, വിവാഹപ്രായം ആയ ഒരു സ്ത്രീയുമാണ്. അങ്ങനെ പദമാണ് ഇവിടെ യെശയ്യാ 7:14 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെ എങ്ങനെ ഉത്ഭവിക്കും? ആദ്യത്തെ കൽപ്പന വാഗ്ദത്തം 33:15 സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിക്കും. 2 അവന് ഏത് വംശാവലി വരും? അബ്രഹാമ്യ വംശാവലി വരും. പിന്നെ അവന് ഏത് കുടുംബത്തിലാണ് പിറക്കുന്നത്? ദാവീദിന്റെ കുടുംബത്തിലാണ് പിറക്കുന്നത്. അവൻ ഏത് ഗോത്രത്തിലാണ് ജനിക്കുന്നത്? യഹൂദാ ഗോത്രത്തിൽ ജനിക്കും. അവകാശമുള്ളവൻ വരുമ്പോഴും രാജധരണ യഹൂദയുടെ കാലുകളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. പിന്നെ അത് കഴിഞ്ഞ് അവന് എങ്ങനെ ജനിക്കും? അവൻ കന്യകയുടെ മകനായി ജനിക്കും. ഇത് ഈ യെശയ്യാ 7:14 പറയുമ്പോൾ ഈ ആൽമ എന്ന വാക്ക് ബഥൂലായ്ക്ക് വരെ ഉപയോഗിച്ചതിന്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ ഒരു മെസ്സേജിനകത്ത്, ബഥൂല ആൻഡ് ആൽമ. ഈ ആഹാസ് രാജാവാണ് ഈ രസീൻ ദമേശേക്ക് എന്ന് പറയുന്ന 2 രാജ്യങ്ങളും രാജാക്കന്മാരും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഭയപ്പെട്ട് വിറച്ചിരിക്കുന്നത്. അവൻ വളരെ ഭയഭീതനായിപ്പോയി. 2 രാജാക്കന്മാർ ഒന്നിച്ച് ഈ ഒരു ചെറിയ രാജ്യത്തെ ആക്രമിക്കാൻ വരിക. അപ്പോൾ അവൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവം യെശയ്യാവിന് പറഞ്ഞു, നീ ആഹാസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവനോട് പറയണം, മീതെ ആകാശമെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഒരു അടയാളം ചോദിച്ചുകൊള്ളുക യഹോവയോട് എന്ന് പറഞ്ഞാൽ ഈ 2 ജാതികൾ നിന്നെ ആക്രമിക്കുകയില്ല എന്നതിലേക്കുള്ള അടയാളം. ഇവനൊരു ദുഷ്ടനാണെങ്കിലും അല്പം ദൈവഭയമുള്ളവരായിരുന്നു. ഞാൻ ഇന്നത്തെ കാലത്തെ പല വിശ്വാസികളെക്കാൾ നല്ലവനായിരുന്നു ആഹാസ്. ഇന്നത്തെ കാലത്തെ പല വിശ്വാസികളും ദുഷ്ടന്മാരെക്കാൾ അധമന്മാരാ എന്ന അനുഭവം പറയുന്നു. അപ്പൊ ഈ ആഹാസ് ദുഷ്ടനാണെങ്കിലും അല്പം നല്ലവൻ. അവൻ പറഞ്ഞു, ഞാൻ യഹോവയായി ദൈവത്തെ പരീക്ഷിക്കുകയില്ല, ഒരു അടയാളം ചോദിച്ച് പരീക്ഷിക്കുകയില്ല. അവൻ പേടിയുണ്ടായിരുന്നു. ദൈവത്തെ ഭയമുള്ള ഒരുത്തനായിരുന്നു, പ്രവൃത്തിയൊക്കെ ദോഷമാണെങ്കിലും. അവൻ പറഞ്ഞു, ഞാൻ ചോദിക്കുകയില്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, എങ്കിൽ യഹോവ തന്നെ നിനക്കൊരു അടയാളം തരും. നിനക്ക് ചോദിക്കാൻ പേടിയാണെങ്കിൽ ദൈവം തന്നെ നിനക്ക് തരാം. ഗോഡ് ഹിംസെൽഫ് ഷാൽ ഗിവ് യു എ സൈൻ. എന്താണ്? ബിഹോൾഡ് എ വെർജിൻ ഷാൽ ബി കൺസീവ്ഡ് വിത്ത് എ ചൈൽഡ് ഹൂസ് നെയിം ഷാൽ ബി കോൾഡ് ഇമ്മാനുവേൽ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവർ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ബിഫോർ ദ ചൈൽഡ് ഈസ് ബ്രോട്ട് അണ്ടർ ദ ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, those 2 nations whom you hate shall be bruised. ഇതാ പ്രവചനം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ച് ആ മകൻ നന്മതിന്മകളെ അറിയാൻ പ്രായമാകുന്നതിന് മുമ്പ് നീ ദ്വേഷിക്കുന്ന 2 രാജാക്കന്മാരും ഛേദിക്കപ്പെടും. ഇതാണ് ആഹാസിന്റെ കാലത്ത് സംഭവിക്കേണ്ടത്. അത് പ്രവചനത്തിന് 2 ഫുൾഫിൽമെന്റ്. 1 ചരിത്രപരമായ നിവർത്തി, 2 ഭാവിയിലെ നിവർത്തി. ഫ്യൂച്ചർ, അതായത് ഹിസ്റ്റോറിക്കൽ ഫുൾഫിൽമെന്റ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഫുൾഫിൽമെന്റ്. ആഹാസ് രാജാവിന് ഈ സംഭവം ഒരു അടയാളമായിരിക്കണമെങ്കിൽ ആഹാസ് രാജാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തനിക്ക് വിരോധമായി നിൽക്കുന്ന രസീനും ദമേശക്കും ഈ 2 രാജ്യങ്ങളുടെ തലവന്മാരായ രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഛേദിക്കപ്പെടുകയും ആ ഛേദിക്കപ്പെടുന്ന കാലത്തിന്റെ പരിധി എന്ന് പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ച് അവൻ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്ന പ്രായമാകുന്നതിന് മുമ്പേ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 7 വയസ്സിനാകുമായിരിക്കണം. 7 വയസ്സ് കാലഘട്ടത്തെയാണ് ഈ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ പ്രായമായി യഹൂദന്മാർ കണക്കാക്കി വന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റവാക്യം പറയാം, ആഹാസ് രാജാവിന്റെ കൊട്ടാരത്തില് ഒരു ശിശു ജനിക്കും. ആ ശിശുവിനെ പ്രസവിക്കുന്ന ഒരു കന്യകയായിരിക്കും. ആ കന്യക ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ശിശു നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമാകുന്ന 7 സംവത്സരം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവൻ ദ്വേഷിക്കുന്ന രസീനും ദമേശക്കും ഛേദിക്കപ്പെടും എന്നാ പ്രവചനം. എന്നാൽ മാത്രമേ ആഹാസിന് വിശ്വസിക്കാൻ പറ്റുള്ളൂ പ്രവചനമായിട്ട്. ശരിയാ, ബാക്കി ഹിസ്റ്ററി അവിടെ രേഖപ്പെടുത്തില്ല. കാര്യം ഹിസ്റ്ററിയുടെ എംഫസിസ് പോകുന്നത് ആഹാസിന്റെ കൊട്ടാരത്തിലെ കന്യക പ്രസവിച്ചതിലേക്കല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിലേക്കാണ്. അതുകൊണ്ട് ഹിസ്റ്ററിയുടെ ആ ഭാഗം അവിടെ ഹൈഡ് ചെയ്ത് ദൈവം.
സംഭവിച്ചതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, രാജാവിന്റെ കൊട്ടാരത്തിലെ രാജകന്യകമാരിൽ ഒരാൾ, അത് രണ്ടും ശരിയാ, ബഥൂലയാണ്, കന്യകയുമാണ്, അപ്പോൾ തന്നെ വുമൺ ഓഫ് മാരേജ് വിളയിച്ച വിവാഹപ്രായമായ ഒരു സ്ത്രീയുമാണ്. അവൾ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കുകയും ആ മകനെ നന്മകളെ തിരിച്ചറിയാൻ തക്കോണം പ്രായമാകുന്നതിന് മുമ്പ് ഈ ശത്രുരാജാക്കന്മാരെ ഛേദിക്കപ്പെടുകയും ചെയ്യണം. അടുത്ത 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ രാജാക്കന്മാർ രണ്ടുപേരും ഛേദിക്കപ്പെട്ടതായും ആഹാസ് മരണഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായും പറയാൽ ഹിസ്റ്ററിയിൽ ആ സംഭവം ഫുൾഫില്ലായി. അവിടെ ഈ അൽമ എന്ന പദത്തിന്റെ രണ്ടർത്ഥവും വരുന്നു. ഒന്നറിയാവോ, ഈ കൊട്ടാരത്തിൽ പ്രസവിച്ച സ്ത്രീ കന്യകയുമായിരുന്നു. രണ്ട്, അവള് വിവാഹപ്രായമായ സ്ത്രീയുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിഷയം വരുമ്പോൾ ഷീ ഷുഡ് ബി നെസസറിലി എ ചേസ്റ്റ് വെർജിൻ. അവൾ ആരായിരിക്കണം? ആത്യന്തികമായും അനിവാര്യമായും പുരുഷൻ സ്പർശിക്കാത്ത കന്യകയായിരിക്കണം. ഇതെങ്ങനെ? ഗബ്രിയേൽ വന്ന് മറിയയോടെ കൃപ ലഭിച്ചോടെ നിനക്ക് വന്ദനം, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിപ്പാണ്ടിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേര് വിളിക്കണമെന്ന് പറയുമ്പോൾ ലൂക്കോസ് 1:37. ഇതെന്തൊരു വന്ദനം! അവൾ ആകപ്പാടെ സ്റ്റാർട്ടിൽഡായി. സിൻസ് ഐ ന്യൂ നോട്ട് എ മാൻ ഹൗ ദീസ് തിങ്സ് ബി ഹാപ്പൻ. ഇത് ഞാൻ പുരുഷനെ അറിയാൻ എങ്ങനെ സംഭവിക്കും? അവിടെ ദൂതൻ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. The power of the Almighty God shall overshadow thee, whereas the holy thing which is conceived in thee shall be called the Son of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൾ പുരുഷനെ അറിഞ്ഞുള്ള സ്ത്രീയല്ല. അതേ ദർശനമാണ് ഗൂഢമായി ഉപേക്ഷിക്കാൻ യോസേഫ് തീരുമാനിക്കുമ്പോഴും ദൂതൻ പ്രത്യക്ഷമായി പറയുന്നത്. നീ അവളെ ഉപേക്ഷിക്കാൻ പാടില്ല, അവൾ ഉൽപ്പാദമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാകുന്നു. ഈ സംഭവം ചരിത്രപരമായും ഫ്യൂച്ചറിസ്റ്റിക് ഭാവി തത്വശാസ്ത്രപരമായും നിവർത്തിക്കപ്പെടേണ്ട ഒരു പ്രവചനത്തിന്റെ 2 ഭാഗമായതുകൊണ്ടാണ് ബഥൂല എന്ന് പറയുന്ന വാക്ക് കന്യകയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ ആൽമ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. കാരണം വെച്ചാൽ രാജകൊട്ടാരത്തിൽ വിവാഹപ്രായമായ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന് പക്വതയായ ഒരു വിവാഹിതയായ സ്ത്രീ പ്രസവിച്ചൊരു ശിശു ഉണ്ടായി. ആ സംഭവം ചരിത്രപരമായി അവിടെ നിവർത്തിക്കപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിനോട് ബന്ധത്തിൽ വരുമ്പോൾ അത് നിർമ്മല കന്യക ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അവിടെ ചേസ്റ്റ് പറഞ്ഞു. ഒരേ വാക്കിന് 2 അർത്ഥമുള്ള പദം പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചു. അവൻ ക്രിസ്തു കന്യകയിൽ ജനിക്കണം. അടുത്തത്, അവൻ എവിടെ ജനിക്കണം? ബേദലഹീമിൽ ജനിക്കണം. മീകാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നീയോ ബേദലഹീം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെങ്കിലും നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരും. അടുത്ത 2-ാം വാക്കിൽ പറയുന്നത് ഹിസ് ഗോയിങ് ഫോർ ദീസ് ഓഫ് ദി ഓൾഡ് എന്നാണ്. അതായത് ഫ്രം ഓഫ് ദി ഓൾഡ്, അവന്റെ പുറപ്പാട് പണ്ടേ ഉള്ളതാണ്. അവൻ യഹൂദിയയിലെ ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത്. ഒടുവിലായി പറയുന്നു, അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ യാഗമായി തീരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 22-ാം സങ്കീർത്തനം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ച ഈ ഭാഗത്ത് 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം. മറ്റേത്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ഈ ദേശത്തിന്റെ പ്രാധാന്യത. ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്ന് പഠിച്ചത്. ഈ കാര്യങ്ങൾ രണ്ടും യോശുവയുടെ പുസ്തകത്തിന്റെ പ്രഥമ പ്രവേശികയിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ഇസ്രായേൽ ദേശത്തെ, വാഗ്ദദേശത്തെ ലോകത്തിന്റെ കേന്ദ്ര സ്ഥലമായി പ്രതിഷ്ഠിച്ചത് എന്തിനറിയാവോ? മനുഷ്യജാതിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ സ്ഥിരാകേന്ദ്രമായി ദൈവം യെരുശലേമിനെ, ഇസ്രായേലിനെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വീതിക്കുമ്പോൾ അവൻ ഇസ്രായേൽ ഗോത്രത്തിന്റെ എണ്ണത്തിന് ഒത്തവണ്ണം ജാതികളുടെ അതിർവരമ്പുകളെ നിയമിച്ചു എന്നാണ് ആവർത്തന പുസ്തകം 30-ൽ വായിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാവോ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് നോഹയുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആയിരുന്ന പേലേഗിന്റെ കാലത്താണ് ഭൂവാസികൾ കുലം കുലമായി പിരിഞ്ഞു പോയത്. അവിടെ ഭൂവാസികൾ, ഭൂമി വിഭജിക്കപ്പെട്ടു എന്നാണ് അവിടെ ഉൽപ്പത്തി എഴുതിക്കുന്നത്. പക്ഷേ ഭൂവാസികൾ കുലം കുലമായി തിരിഞ്ഞു പോയെന്നാണ് മലയാളം. ശരി, അതാ ശരി. നോഹയുടെ കൊച്ചുമകന്റെ മകനായ പേലേഗിന്റെ കാലത്ത് ഭൂവാസികൾ കുലകുലമായി പിരിഞ്ഞുപോയി.
അവർ പിരിഞ്ഞു പോകുമ്പോൾ ഏഷ്യക്കാരനെ, യൂറോപ്യനെ, ആഫ്രിക്കക്കാരനെ, അന്റാർട്ടിക്കക്കാരനെ, ഓസ്ട്രേലിയക്കാരനെ, ന്യൂസിലാൻഡുകാരനെ, അമേരിക്കക്കാരനെ, കാനഡക്കാരനൊക്കെ എവിടെയാണ് സെറ്റിൽ ചെയ്യണമെന്നുള്ളത് ലോകത്തിന്റെ ഭൂമിയുടെ അതിര് വരുമ്പോൾ ദൈവം നിയമിച്ചു. അങ്ങനെ നിയമിച്ചു കൊടുക്കുമ്പോൾ മഹോന്നതൻ ലോകജാതികൾക്ക് അവകാശം വീതിക്കുമ്പോൾ അവൻ ഇസ്രായേൽ ഗോത്രത്തിന്റെ എണ്ണത്തിനൊത്തോടെ ജാതിയിൽ വരുമ്പോൾ നിയമിച്ചു. ദാൻ മുതൽ ബർഷേബ് വരെയും മഹാനദി മുതൽ ഫ്രാത്ത് വരെയുമുള്ള അത്രയും ഭൂപ്രദേശം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ലോകത്തിലെ ജനതകൾക്ക് ദൈവം വിഭജിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ ആ ദേശത്തിന്റെ അതിരുകളിലിട്ടിട്ട് അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വേർതിരിച്ച് ദൈവം ഇട്ട ശേഷമാണ് നോഹയുടെ പുത്രന്മാരായിരുന്ന ജാതികളുടെ വംശാവലിക്ക് ദേശം അവകാശമായി ദൈവം വിഭാഗിച്ചു കൊടുത്തു. അന്ന് അബ്രഹാം ജനിച്ചിരുന്നില്ല. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിന്റെ സന്തതികൾ വന്ന് കുടിപാർക്കേണ്ടതായി അവകാശപ്പെട്ട് പാർക്കേണ്ടതായി ദേശത്തിന്റെ 4 വശത്തുമുള്ള അതിരുകല്ലുകൾ സ്ഥാപിച്ച് അത് അവന്റെ സന്തതി പരമ്പരയ്ക്ക് വേണ്ടി വേർതിരിച്ചിട്ടേച്ച് അവിടെ നിന്ന് ലോകത്തിന്റെ രക്ഷകനായ കർത്താവായ യേശുവിനെ ലോകത്തിന് പ്രദർശിപ്പിച്ച് വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ ലോകത്തിന്റെ മുമ്പ് കാഴ്ചവെക്കുവാൻ ദൈവം തന്റെ മുന്നറിവിൽ ക്രമീകരണം ചെയ്ത ശേഷമാണ് ലോകത്തിലെ ജനതകൾക്ക് വസ്തുക്കൾ വീതം വെച്ച് ദൈവം കൊടുത്തത്. ദൈവത്തിന്റെ ജ്ഞാനം, റോമാലേഖനം 9 അപ്പോസ്തലൻ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അതെത്രയോ അഗോചരമാകുന്നു പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ തുറന്നുള്ള ദിവസങ്ങളിൽ യോശുവയുടെ പുസ്തകത്തിനുള്ള മനോഹരമായ ഈ സ്റ്റഡി പരമ്പര എല്ലാ ദിവസവും വൈകിട്ട് 7:30 ഇന്ത്യൻ സമയം 7:30 എല്ലാ ദിവസവും ആഴ്ചയിൽ മൺഡേ ടു സാറ്റർഡേ സൺഡേ ഒരു ദിവസം ഞാൻ ഫ്രീ എടുക്കും. മൺഡേ ടു സാറ്റർഡേ തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ചയിലുള്ള എല്ലാ ദിവസങ്ങളും ഇന്ത്യൻ സമയം കൃത്യം 7:30 യോശുവയുടെ പുസ്തകത്തിലുള്ള ഈ പഠന പരമ്പര ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കഴിവതും എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യുക. മറ്റുള്ള സ്നേഹിതരെ കൂടെ ഇത് അറിയിക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരും. ആവശ്യക്കാർക്ക് നോട്ടും സൂക്ഷിച്ചു വയ്ക്കാനുള്ള സാവകാശമുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.